ഹലോ, വെൽക്കം ബാക്ക് ടു ബാലുവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലുവിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കുട്ടുമാനെയാണ്. കുട്ടുമാനാണെങ്കിൽ ആ ഒരു സ്ഫോടക വസ്തുവുമായി ദേവതാലോകം ഇല്ലാതാക്കുവാൻ വേണ്ടി ആ ഒരു മല മുഴുവനായും കയറിയിട്ട് അവിടെ ടിപ്പിൽ പോയിട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുട്ടുമാൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്ഫോടക വസ്തു താൻ വന്ന ദിശയിലേക്ക് തന്നെ ഉരുണ്ടു വീഴുകയാണ്. ഇതേ സമയത്തിന് അതിൻ്റെ പ്രഷർ കാരണം നമ്മുടെ കുട്ടുമാനാണെങ്കിൽ അവിടെ ഇരുന്നു പോവുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. നമ്മുടെ കുട്ടുമാൻ ഇരുന്ന ഭാഗത്ത് ആകെ തീ പിടിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. അവൻ്റെ ഡ്രസ്സെല്ലാം തന്നെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ സഹായത്തിനായി ഉടനെ തന്നെ ദുഷ്ടലോകത്തേക്ക് ഓടിപ്പോവുകയാണ്. അങ്ങനെ ദുഷ്ടലോകത്തേക്ക് എത്തിയ കുട്ടുമാനാണെങ്കിൽ എങ്ങനെയെങ്കിലും തൻ്റെ പുറകിലുള്ള ഈ ഒരു തീ മാറ്റി തരുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ദുഷ്ടദേവതയോട് പറയുകയാണ്. എന്നാൽ ദുഷ്ടദേവത അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇതേ സമയത്ത് തന്നെ മഹാവിനാശിനിയാണെങ്കിൽ അത് വന്നിട്ട് ഇല്ലാതാക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുട്ടുമാന് വളരെയധികം സന്തോഷമാവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ടായിരുന്നത് കുട്ടുമാനാണെങ്കിൽ ആ ഒരു സ്ഫോടക വസ്തു നേരെ തറയിലേക്ക് ഇടുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയാവും കുട്ടുമാൻ്റെ പുറകിലെ ഇങ്ങനെ തീ പിടിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അവരതെങ്ങനെയാണ് നടന്നത് എന്ന് കുട്ടുമാനോട് തന്നെ ചോദിക്കുകയാണ്. കുട്ടുമാൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മഹാവിനാശിനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ മുമ്പുണ്ടായിരുന്നത് പോലെ ദേവതാലോകത്തിൻ്റെ ഒരു വലിയ ഡ്യൂപ്പ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡ്യൂപ്പിൽ നിന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പറയുകയാണ് കുട്ടുമാൻ ഏത് വഴിയിലൂടെയാണ് കയറിപ്പോയത് എന്ന്. അങ്ങനെ ആ ഒരു രൂപം ഉപയോഗിച്ച് തന്നെ കുട്ടുമാൻ പറഞ്ഞു കൊടുക്കുകയാണ് താൻ ഇതിലൂടെയാണ് ദേവതാലോകത്തേക്ക് കടക്കുവാൻ വേണ്ടി ശ്രമിച്ചതെന്ന്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ദുഷ്ടദേവത പറയുകയാണ് അത് ജ്വാലാമുഖി എന്ന് പറയുന്ന ഒരു പർവ്വതമാണ് എന്ന്. ആ ഒരു പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിറയെ ലാവയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ദേവതമാർ അതെല്ലാം തന്നെ വളരെ ശാന്തമാക്കി എന്നാണ് എനിക്കറിയാവുന്നത്. നമുക്ക് ബാക്കിയെല്ലാം തന്നെ മാന്ത്രിക പുസ്തകത്തിൽ നോക്കാമെന്നും ശാസ്ത്രപരി പറയുകയാണ്. മാത്രമല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് എവിടെ നിന്ന് അറിയാമെന്ന് അവർ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മാന്ത്രിക പുസ്തകത്തിൻ്റെ കാര്യം അവർക്ക് ഓർമ്മ വരികയാണ്. അങ്ങനെ അവരാണെങ്കിൽ മാന്ത്രിക പുസ്തകം എടുത്തു നോക്കുകയാണ്. അതിലുണ്ടായിരുന്നു ജ്വാലാമുഖി എന്ന് പറയുന്ന ആ ഒരു പർവ്വതത്തിൻ്റെ സകല ഡീറ്റെയിൽസും. അങ്ങനെ ആ ഒരു ബുക്കിലൂടെ അവർ വായിച്ചു പോരുകയാണ്. അതിലിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദേവതമാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായത് ദേവമാതാവും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ശക്തികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിളച്ചു പൊങ്ങിയിരുന്ന ജ്വാലാമുഖി എന്ന് പറയുന്ന ആ ഒരു പർവ്വതത്തെ ശാന്തമാക്കുകയാണ്. മാത്രമല്ല ആ ഒരു ജ്വാലാമുഖി എന്ന പർവ്വതത്തിന് ഒരു കാവൽക്കാരന് കൂടിയുണ്ട്. അത് ആരാണെന്ന് വെച്ചാൽ അഗ്നിമനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഭീമാകാരനായ രാക്ഷസനാകും. അപ്പോൾ ഇതെല്ലാം തന്നെ അവർ ആ ഒരു ബുക്കിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുകയാണ്. ഒരു തവണയെങ്കിലും ജ്വാലാമുഖി എന്ന് പറയുന്ന ആ ഒരു പർവ്വതം ഓപ്പൺ ആവുകയാണെങ്കിൽ ദേവതാലോകം മുഴുവനും തന്നെ ആ ഒരു അഗ്നിക്ക് ഇരയാകുന്നതാണ്. മാത്രമല്ല ദേവതാലോകത്തെ രക്ഷിക്കുവാൻ ഒരു മനുഷ്യന് പോലും കഴിയുകയുമില്ല. ഇതേ സമയത്ത് ഇതിനൊപ്പം തന്നെ ആ ഒരു അഗ്നിരാക്ഷസനുമുണ്ട്. ഇനി അഗ്നിരാക്ഷസനോടൊത്താണ് മഹാവിനാശിനിയുടെ എല്ലാ പ്ലാൻ ചെയ്യലുകളും എന്നൊക്കെ മഹാവിനാശിനിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുമുണ്ട്. മാത്രമല്ല ഇനി ദേവതാലോകത്തിൻ്റെ നാശമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ 3 പേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ മഹാവിനാശിനി ഇനി ദേവതാലോകത്തെ ഇല്ലാതാക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് മീ ബാലുവീർ മലയാളം സൈനിങ് ഓഫ്.